ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിൽ മോചിതനാകില്ല. റിലീസ് ഓർഡർ കോടതിയിൽ എത്താത്തതാണ് കാരണം. സമാന കുറ്റം ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകാനായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ജാമ്യ ഉത്തരവ് ലഭിക്കാത്തതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനം ഇന്നെന്തായാലും സാധ്യമാകില്ല. എന്തൊക്കെ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്? 50,000 രൂപയും രണ്ടുപേരുടെ ആൾ ജാമ്യവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. മറ്റൊന്ന്, സമാനമായ കുറ്റകൃത്യം ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി പാലിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ഒപ്പം പരാതിക്കാരിക്കും ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെയെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതി ഉത്തരവിറക്കിയതിന് ശേഷം വിചാരണ കോടതിയിൽ ജാമ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിചാരണ കോടതിയിൽ നിന്ന് മോചന ഉത്തരവ് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുമൂലമാണ് ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാൻ കഴിയാത്തത്. വൈകുന്നേരം 7 മണി വരെയാണ് സാധാരണയായി റിമാൻഡ് പ്രതികളെ പുറത്തേക്ക് വിടുന്നത്. 7 മണിയായിട്ടും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് പുറത്തു പോകാൻ കഴിയാത്തത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ തൻ്റെ അഭിഭാഷകനോട് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇന്ന് ഈ മോചന ഉത്തരവ് കാക്കനാട് ജയിലിൽ എത്തിക്കാത്തത് എന്നും ചില സംശയങ്ങളുണ്ട്. ഒരു പബ്ലിസിറ്റിയുടെ കൂടി ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു നീക്കമെന്നും സംശയിക്കുന്നു. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ന് തന്നെ ഈ മോചന ഉത്തരവ് എത്തിച്ച് പുറത്തിറക്കാൻ കഴിയുന്നതാണ് എന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നാളെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയേക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ഇന്ന് ബോബി മോചിതനാകുമെന്ന് കരുതി കുറച്ചുപേർ ആളുകൾ ബോബിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജയിൽ പരിസരത്ത് എത്തുകയും ചെയ്തിരുന്നു. ശരി, നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് ജയിൽ മോചിതനാകില്ല. അതിന്റെ കാരണം മോചന ഉത്തരവ്, കോടതി ഉത്തരവ് ജയിലിലെത്താത്തതാണ്. എന്തായാലും സമാന കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.